ക്രിയേറ്റ് ചെയ്തെടുക്കുമ്പോൾ എനിക്ക് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാകുന്ന പ്രൊമോഷൻസിലും ആഡ് ചെയ്യുന്നതായിരിക്കും. ഒബ്വിയസ്ലി ഞാനത് ചെയ്യും, ഉറപ്പായും ഞാനത് ചെയ്യും. അതിന്റെ അർത്ഥം നിങ്ങളെ ചീറ്റ് ചെയ്യണം, നിങ്ങളെ പറ്റിക്കണം. ഞാൻ എന്റെ ഒരു പ്രൊമോഷൻസോ അല്ലെങ്കിൽ എന്റെ ഒരു പ്രൊഡക്റ്റുകൾ പോലും ഞാൻ എന്റെ ശരീരത്തോ ഞാൻ കഴിക്കാതെയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാറില്ല. നിങ്ങൾ ഇത് വാങ്ങിച്ചേ പറ്റൂ എന്ന് ഞാൻ ഒരിക്കലും നിർബന്ധം പിടിക്കുന്നില്ല. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക, നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് ഓക്കെ എനിക്ക് ഇവിടെ ഇഷ്ടമല്ല, എനിക്ക് ഇവിടെ കാണണം. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ജാസ്മിൻ ഗ്ലൂട്ടത്തയോന്റെ ഗുണങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, പക്ഷേ സൈഡ് എഫക്ട്സ് അറിയാമോ? പറഞ്ഞുതരാം. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഹലോ ജാസ്മിൻ, ഹായ്. ഒരു വെറുപ്പുമില്ല, ഒന്നുമില്ല. അത് എന്തുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും, നിങ്ങളുടെ നിറം കുറവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിറം കുറവായത് കാരണം സൗന്ദര്യം കുറവാണ് എന്നുള്ള ചിന്ത ഉള്ളവരാണോ? അതോ നിങ്ങളുടെ നിറത്തിന്, മെലാനിനാണ് ഈ നിറം എന്ന് പറയുന്ന സാധനം, നമ്മൾ മെലാനിൻ്റെ ഏറ്റക്കുറച്ചിലാണ് നിറത്തിന് വരുന്ന ഘടകം. അപ്പം സൂര്യപ്രകാശമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഓക്കെ, അത് പോട്ടെ. അപ്പം അങ്ങനെ ഒരു നിറത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളിലുള്ള ഒരു അപകർഷതാബോധം, ഇൻസെക്യൂരിറ്റി കോംപ്ലക്സോ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സോ ഉണ്ടോ? നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അത് വളരെ ആവശ്യമുള്ള കാര്യമായതുകൊണ്ടാണ് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. അഥവാ നിറം വെളുത്തിരിക്കണം, അതാണ് സൗന്ദര്യം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എനിക്ക് താഴെ കമൻറ്റ് ചെയ്യണം. ഇനി ഇതൊരു സ്ട്രെയിറ്റ് ടു നമ്മുടെ ജാസ്മിൻ ജാഫറിലേക്കാണ്. ഏതാണ്ട് 2 മണിക്കൂറിന് മുമ്പാണ് ഒരു കുട്ടി എനിക്ക് ഈ ഒരു വിഷയം, ഈ ഒരു വീഡിയോ എന്തുകൊണ്ട് മൂപ്പർ റിയാക്ട് ചെയ്തിട്ടില്ല എന്ന് ചോദിച്ചു. ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. കാരണം ഞാൻ ഈ വിഷയത്തിനെക്കുറിച്ച് ഓൾറെഡി റിയാക്ട് ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ ഇവരുടെ ഈ ഒരു വീഡിയോ ജാസ്മിൻ്റെ അൺഫോർച്യുനേറ്റ്, ഞാൻ വർക്കിൻ്റെ തിരക്കാരണം കുറച്ച് ദിവസം വീഡിയോ ചെയ്തിട്ടില്ല, അത് കാരണം വിട്ടുപോയതാണ്. എന്തോ ആയിക്കോട്ടെ, നമുക്ക് നോക്കാം. വളരെ മാന്യമായ രീതിയിൽ, സഭ്യമായ രീതിയിൽ ജാസ്മിനെ കൂടെ എഡ്യൂക്കേറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ വിശ്വാസം, എൻ്റെ ഒരു ലക്ഷ്യം. കാരണം മെഡിക്കൽ ഫാർമ ഫീൽഡിൽ ഏതാണ്ട് ഒരു 3-4 വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ള ചെറിയൊരു ഇതും കൂടെ ഉണ്ട് ഇതിൻ്റെ അകത്ത് പിന്നിൽ. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ചെറുതായിട്ട് പറയാൻ എനിക്ക് പറ്റും എന്നുള്ള കാര്യമുണ്ട്. കാരണം ഞാൻ ഈ മേഖലയ്ക്കകത്ത് കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ജാസ്മിൻ്റെ വിഷയത്തിലേക്ക് പോകാം. എന്താണെന്നല്ലേ കാണാം. 2025 പിക്ക് ഡിഫറൻസ് ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ലിങ്ക് കമന്റ് ഞാൻ നോർമലി എന്റെ ട്രാവലിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ട്രാവലിനിടയിൽ എന്റെ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയാലും ഒരു സ്കിന്നിൽ എന്തെങ്കിലും ടാനേജ് എന്ത് ചെയ്താലും എന്നെ അത് ഒരുപാട് ബാധിക്കാറില്ല. അതിന് മുമ്പ് ഇതിന്റെ ടൈറ്റിൽ ആദ്യം ശ്രദ്ധിക്കണം. എന്താണ്? എക്സ്പ്ലനേഷൻ, പ്ലീസ് ബി കൈൻഡ്. എനിക്കും സെയിം അങ്ങോട്ട് പറയാനുള്ള ജാസ്മിൻ, ബി കൈൻഡ് ടു ഹ്യൂമാനിറ്റി. ഓക്കെ, അപ്പോൾ മനുഷ്യനോട് കൈൻഡ് ആയിരിക്കൂ എന്നുള്ളതാണ്. യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ സ്കിന്നിന് എനിക്ക് ബെനിഫിറ്റ്സ് തന്നിട്ടുണ്ട്. എന്റെ 2024, 2025 പിക്ക് ഡിഫറൻസ് ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ലിങ്ക് കമന്റ് ചെയ്താൽ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരാം എന്നായിരുന്നു എന്റെ വീഡിയോ. അപ്പൊ ആ വീഡിയോ ഒരു പെൺകുട്ടി റിയാക്ട് ചെയ്തതാണ്. ആ പെൺകുട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല, ഈ 2 ഫോട്ടോയും ഒരു എഡിറ്റഡ് ഫോട്ടോ ആണ്. പിന്നെ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ലിങ്ക് എന്ന് ചോദിക്കുന്നത് എന്നൊക്കെയായിരുന്നു ആ പെൺകുട്ടി പറഞ്ഞിരുന്നത്. സോ ഫസ്റ്റ് ഞാൻ ക്ലാരിഫൈ ചെയ്യാം, ഈ 2 ഫോട്ടോയും എഡിറ്റഡ് ഫോട്ടോ അല്ല. ഇതിൽ ഏതാണ് ഈ കുട്ടി എഡിറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്? 2025 എന്റെ സ്കിൻ ബെറ്റർ ആയതാണോ എഡിറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്റെ സ്കിൻ ഡൾ ആയിട്ടിരിക്കുന്നതാണോ ഞാൻ എഡിറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്? എനിക്കറിയില്ല. സോ ഇത് രണ്ടും എഡിറ്റർ അല്ല. ഈ സ്കിൻ ബെറ്റർ എന്നുള്ള സാധനം ഡോക്ടേഴ്സോ അല്ലെങ്കിൽ മെഡിക്കൽ വിദ്യാർത്ഥികളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സ്കിൻ ബെറ്റർ എന്ന് വെച്ചാൽ എന്താണ്? സ്കിന്നിൻ്റെ നിറം വെളുത്തിരിക്കുന്നതാണോ സ്കിൻ ബെറ്റർ എന്ന് പറയുന്നത്? എങ്കിൽ ദയവായി ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണം ആൾക്കാർക്ക് ചിലപ്പം വിളർച്ച രോഗം വരുമ്പോൾ സമയത്തൊക്കെ ഈ മുഖം വിളറി വെളുക്കാറുണ്ട്. മറ്റ് പലതരത്തിലുള്ള മോളിക്യൂൾസ്, നമ്മുടെ വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി, മറ്റ് പല കാരണങ്ങളാലും ഈ നിറം മാറാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ധ്രുവപ്രദേശങ്ങളിൽ, അതോടൊപ്പം തന്നെ വടക്ക് മറ്റ് രാജ്യം, നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളല്ല, നമ്മുടെ യൂറോപ്യൻ കൺട്രീസ്, അമേരിക്കൻ കൺട്രീസ്, മറ്റ് പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരുടെ നിറം വെളുത്താണ്. അതിന് കാരണം സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത കുറവാണ്. ശരീരത്തിൻ്റെ അകത്ത് അബ്സോർബ് ചെയ്യാൻ ആവശ്യമുള്ള വൈറ്റമിൻ ഡി കിട്ടാത്തതിൻ്റെ ഒരു കുറേയധികം പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട്. അത് മെലാനിൻ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു സംഭവം വരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ആവശ്യത്തിന് നല്ല രീതിയിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യമായിട്ട് മെലാനിനുള്ളത്. സൂര്യപ്രകാശത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട്, സയൻസൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ഘടകം കൊണ്ട് മാത്രമാണ് ഈ നിറം വെളുത്തിരിക്കുകയും കറുത്തിരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ജാസ്മിൻ പറയുന്നത് പ്രകാരമാണെങ്കിൽ എൻ്റെ മുഖം നേരത്തെക്കാട്ടിലും നന്നായിരിക്കുന്നത്, ബെറ്റർ ആയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, സ്കിൻ ബെറ്റർ ആയിരിക്കുന്നത് എന്ന് വെച്ചാൽ നല്ല കറുത്തിരിക്കുന്ന ഒരു വ്യക്തി അവരുടെ സ്കിൻ ബെറ്റർ ആയിരിക്കണം എന്നപ്പോൾ എങ്ങനെ പറയും? അഥവാ അവരുടെ ഏറ്റവും നല്ല രീതിയിൽ നല്ല കറാതിരിക്കുന്ന ഒരു കറുത്ത വർഗ്ഗക്കാരിയായ ഒരു സ്ത്രീ അവരുടെ സ്കിൻ ഏറ്റവും ബെറ്റർ ആയിരിക്കുന്നു അവരെങ്ങനെ പറയും? അപ്പോൾ അവരുടെ ശരീരം വെളുത്താൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. സ്വന്തം ശരീരം വെളുക്കുമ്പോൾ മാത്രമാണോ ശരീരം ബെറ്റർ ആവുന്നത്, അഥവാ സ്കിൻ ബെറ്റർ ആവുന്നത്? സ്കിൻ ബെറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്രൈറ്റീരിയ വെളുപ്പാണോ? എനിക്കറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. ജാസ്മിനോട് തന്നെയാണ് കേട്ടോ. രണ്ടും എന്റെ ആ സമയത്തുള്ള റോ സ്കിൻ ആണ് കേട്ടോ, ഒന്നും ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല. 2024 എന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കുന്നത് ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് ആണ്. ഞാൻ 2023 സെപ്റ്റംബർ സംതിങ്ങിനാണ് എടുക്കുന്നത്. എന്നിട്ട് 2024 പറഞ്ഞാൽ കൊടുക്കുന്നത് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. ഡിഫറൻസ് ഉണ്ടെങ്കിൽ തന്നെ 2024-ലും 2025-ലും എന്റെ സ്കിന്നിന് ഡൾ ആയിട്ടുള്ള ഒരുപാട് സമയങ്ങളുണ്ട്. ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴാവട്ടെ, ഇല്ലെങ്കിൽ എനിക്ക് പനി വന്ന്. ജാസ്മിൻ സ്കിൻ ഡൾ എന്ന് പറയുന്നത് വെച്ചാൽ സ്കിന്നിന് നിറം ഇരുണ്ടിരിക്കുന്നതിനാണ് ജാസ്മിൻ സ്കിൻ ഡൾ എന്ന് പറയുന്നത്. മനസ്സിലാക്കണം, സ്കിൻ ഡൾ എന്ന് പറഞ്ഞാൽ നിറം ഇരുണ്ടിരിക്കുന്നതാണോ? ഞാൻ എപ്പോഴും ചോദിക്കുന്നു, മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും അതിനെക്കുറിച്ച് ശാസ്ത്രീയമായി അറിയുന്ന ആൾക്കാരെ ഒന്ന് കമന്റ് ചെയ്യണം പ്ലീസ്. ഞാൻ എന്റെ സ്കിന്നിൽ ഡള്ളാവാറുണ്ട്. ഞാൻ അധികം സ്കിൻ കെയർ ഒന്നും ചെയ്തില്ലെങ്കിൽ എന്റെ സ്കിന്നിൽ ഡള്ളാവാറുണ്ട്. ഞാൻ പറയുന്നത് സപ്ലിമെന്റ്സ് എടുത്തില്ലെങ്കിൽ ഒക്കെ എന്റെ സ്കിന്നിൽ ഡള്ളാവാറുണ്ട്. അത് കഴിയുമ്പോൾ എനിക്ക് എങ്ങനെയാണ് ബാക്ക് ടു ആ ട്രാക്കിലോട്ട് വരേണ്ടത് എനിക്കറിയാം. ഞാൻ സ്കിൻ കെയർ ചെയ്യാറുണ്ട്.
സോ ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അതിനകത്ത് ഞാൻ ഒരു തരത്തിലുള്ള ഒരു തുള്ളി എഡിറ്റിങ്ങോ എക്സ്പോഷർ കൂട്ടോ വിവിഡിയോ ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല. ആ ടൈമിൽ തന്നെ ഞാൻ വേറെ വീഡിയോസ് എടുത്തതിന്റെ ഇത് കൊടുത്തേക്കാം. ഞാൻ എന്റെ ഫാമിലി ആയിട്ട് ട്രിപ്പ് പോയപ്പോൾ ഒരു ടൈമാണ് കേട്ടോ അത്. അത് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് അതിനൊരു ക്ലാരിഫിക്കേഷൻ കിട്ടും. എനിക്ക് പഴയ ആ ഒരു ഫ്ലോയിലേക്ക് ഇല്ല കേട്ടോ. ഞാൻ എനിക്ക് സംസാരിക്കുമ്പോൾ അഥവാ ജാസ്മിൻ പറഞ്ഞത് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ടാനിങ് ആയിരിക്കാം. മേ ബി നമ്മൾ പുറത്തേക്കൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് പുറത്തുണ്ടാകുന്ന ഡസ്റ്റ്, അതുപോലെ തന്നെ സൂര്യപ്രകാശം അടിക്കുന്ന ഡയറക്റ്റ് സൺലൈറ്റ് ഒക്കെ അടിക്കുന്ന സമയത്ത് സൺബേസ്റ്റും ചില ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട്, ടാൻ വരാറുണ്ട്. കൂടുതൽ ഞാനിപ്പോൾ ഒരുപാട് യാത്ര ഇപ്പം നാട്ടിൽ നിൽക്കുന്നത് കാരണം പല സമയങ്ങളിലും ബൈക്ക് എടുത്ത് ഒക്കെ പുറത്ത് ചുമ്മാ കറങ്ങാറുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് എൻ്റെ ഫേസിൽ നല്ല ടാൻ അടിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ എന്നെ അതൊരിക്കലും ഇറിറ്റേറ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് സൺ ടാൻ ഞാൻ എന്തിനു ഭയക്കണം? എന്തിനാണ് ഞാൻ അതിൽ ഓവർ കോൺഷ്യസ് ആവേണ്ടത്? എന്തിനാണ് ഞാൻ വറീഡ് ആവേണ്ടത്? ബിക്കോസ് ഞാൻ ഇങ്ങനെയാണെന്നേ. സോ അതിനെ ഞാൻ വെളുപ്പിച്ചാൽ മാത്രമാണ് എനിക്കൊരു സൗന്ദര്യം ഉണ്ടാവുക. അല്ലെങ്കിൽ സൗന്ദര്യം പോട്ടെ, അത് നമുക്ക് വേറെ വിഷയം. അപ്പം ജാസ്മിൻ്റെ നിറം ഇപ്പുറത്തിരിക്കുന്ന സംഭവം, ഇപ്പുറത്തിരിക്കുന്ന ഞാൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജാസ്മിൻ ഇപ്പോൾ നിറമല്ല, എന്താണ് ബെറ്റർ സ്കിന്നുള്ള ആളാണെന്നാണ് സ്വയം അവകാശപ്പെടുന്നത്. അത് നേരത്തെ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നതെല്ലാം എഡിറ്റ് ചെയ്യാത്ത ഫോട്ടോ തന്നെയാണ് എന്നുള്ളതാണ് ജാസ്മിൻ പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഞാനൊന്ന് തടയുന്നുണ്ട്, ആ ഒരു ട്രാക്കിലോട്ട് വരുന്നേ ഉള്ളൂ. എന്നിട്ട് അതിനകത്ത് കുറച്ച് കമന്റ്സുകൾ ഞാൻ കണ്ടു. ഇത് എഡിറ്റഡ് ആയിരിക്കില്ല, മേ ബി ഫോണിന്റെ ചേഞ്ച് കാരണം അതിലുള്ള ഡിഫറൻസ് ആണ്. ഞാൻ നോക്കിയ ഫോണൊന്നുമല്ല കേട്ടോ ആ സമയത്ത് ഉപയോഗിച്ചിരുന്നത്, അല്ലെങ്കിൽ ഞാൻ പഴയ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഫോണൊന്നുമല്ല. ഞാൻ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് 16 Pro ആണ്. കാരണം അതിന്റെ ഒരു ഇതും കൂടെ ഞാൻ കൊടുത്തേക്കാം, ഇപ്പം തെളിവില്ല എന്ന് പറഞ്ഞൊരു പ്രശ്നം വേണ്ട. ആ സമയത്ത് ഞാൻ ഉപയോഗിക്കുന്നത് 16 Pro ആണ്, ഇപ്പം എന്റെ കയ്യിലിരിക്കുന്ന 17 Pro Max ആണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. സോ എനിക്ക് ക്ലാരിഫൈ ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ അത് ക്ലാരിഫൈ ചെയ്യുന്നത്. അത് കുറെ റിയാക്ഷൻ ചാനലുകൾ എടുത്ത് ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എന്റെ വീഡിയോസ് ഒരുപാട് റിയാക്ഷൻ ചാനലുകൾ റിയാക്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമായിരിക്കും, നിങ്ങൾക്ക് അതിനെന്തെങ്കിലും സന്തോഷം കണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്തു. ഓക്കെ, ഇവിടെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, യാതൊരു ഹേറ്റഡോ ദേഷ്യമോ അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്തതോ ഒന്നുമില്ല. ജാസ്മിൻ ബിഗ് ബോസിൽ കാണിച്ചതോ അല്ലെങ്കിൽ മറ്റുള്ള പല സംഭവങ്ങൾ കാണിച്ചതോ ഒക്കെ അപ്പം കഴിഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ എന്നെ സംബന്ധിച്ച് ടു ബി ഫ്രാങ്ക് അങ്ങനെ ഒരു സംഭവം മനസ്സിൽ പോലുമില്ല, മനസ്സിൻ്റെ 7 അയലത്ത് പോലുമില്ല. ബട്ട് ജാസ്മിൻ ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ വരുന്ന കാര്യം എന്ന് വെച്ചാൽ മെയിൻലി ജാസ്മിൻ പറയാൻ ശ്രമിക്കാൻ പോകുന്നത് അവർ പ്രൊമോട്ട് ചെയ്ത ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ് ഉപയോഗിച്ചതിൻ്റെ മാറ്റമാണ് അവർ പറയാൻ ശ്രമിക്കുന്നത്. അഥവാ തൻ്റെ ആ ഒരു പ്രൊമോഷൻ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന താൻ ശരീരം നോക്കി ഇപ്പം ബെറ്റർ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്നത് ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റിലൂടെ സ്കിൻ വൈറ്റനിങ് ആവുന്നതിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ചില കാര്യങ്ങൾ നമുക്കത് കേൾക്കുമ്പോൾ നമുക്കത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മളത് ഉള്ളോട് നമുക്ക് വിഷമം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ചെയ്യുന്നത്. എനിക്ക് എന്റെ ഓഡിയൻസിനെ എനിക്ക് മനസ്സിലാക്കണം, ഇത് അങ്ങനെ അല്ല കേട്ടോ, ഞാൻ നിങ്ങൾ ചീറ്റ് ചെയ്യാമെന്നുള്ളത്. പിന്നെ ഞാൻ പ്രൊമോഷൻസ് മാത്രമേ ചീറ്റിംഗ്. ഇനി ജാസ്മിൻ ഈ പറഞ്ഞ ചീറ്റിംഗ്, ഞാൻ ചീറ്റ് ചെയ്യുന്നില്ല എന്ന് ജാസ്മിൻ പറഞ്ഞെടുത്തത് തന്നെ നമുക്ക് വിത്ത് എവിഡൻസ് വെച്ചിട്ട് ജാസ്മിൻ ചെയ്യുന്നത് ചീറ്റിംഗ് ആണെന്ന് നമുക്ക് തെളിയിക്കാം. എങ്ങനെയാണെന്നല്ലേ ജാസ്മിൻ ജസ്റ്റ് പ്ലീസ്. ജാസ്മിൻ പ്രൊമോട്ട് ചെയ്യുന്നത് അഥവാ നമ്മുടെ ഗ്ലൂട്ടാത്തോൺ ടാബ്ലറ്റ് ആണല്ലോ, നമുക്ക് അതിലേക്ക് തന്നെ വന്നിട്ട് നമുക്ക് ഇതിലേക്ക് പോകാം. ഞാൻ പ്രൊമോഷൻ വേണ്ടി മാത്രമാണ്. ഒബ്വിയസ്ലി ഞാൻ പ്രൊമോഷൻസ് ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഐ തിങ്ക് എനിക്കൊരു 4 വർഷം ആവാറായി. 4 വർഷം ആവാറായി. ഞാൻ ഇത്രയും നാളായിട്ട് എന്റെ ചാനൽ ബിൽഡ് ചെയ്ത്, എന്റെ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും എനിക്ക് ഫേസ്ബുക്കിൽ എന്റെ ചാനൽ പറയുന്ന കൂട്ടത്തിൽ എല്ലാം പറഞ്ഞൊക്കെയാണ്. സോ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഞാൻ സ്റ്റാർട്ട് ചെയ്ത എൻ്റെ ഒരു സമയം തൊട്ട് നമ്മുടെ ആവശ്യം എന്താണ്, നമുക്ക് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാവണം, നമുക്ക് ഫെയിം ഉണ്ടാവണം, നമുക്കായിട്ടൊരു ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. എന്റെ മോണിറ്ററി ബെനിഫിറ്റ്, ഫെയിം ഇതൊക്കെ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കുന്നു, യാതൊരു സംശയം വേണ്ട. ആരും ഫ്രീ ആയിട്ടൊന്നും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ജാസ്മിൻ മുമ്പ് ഒരിക്കലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് വെളുത്തിട്ട് പാറുന്ന ഒരു ക്രീം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്കിൻ വൈറ്റനിങ് ക്രീം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ലെഡ്, അതുപോലെ തന്നെ മെർക്കുറി അടക്കമുള്ള മറ്റ് പല സാധനങ്ങളും ശരീരത്തിൻ്റെ അകത്ത് ഉള്ളിലേക്ക് സ്കിൻ അബ്സോർബ് ചെയ്തിട്ട് ആൾക്കാർക്ക് കിഡ്നി ഡാമേജ്, ലിവർ ഡാമേജ്, ഫൈനലി ക്യാൻസറിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്കുള്ള അത്രയും വളരെ മാരകമായ സാധനങ്ങളൊക്കെ ആയിരുന്നു. അന്ന് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിന്നു. അന്ന് ജാസ്മിൻ അത് പ്രൊമോട്ട് ചെയ്ത് അന്ന് ജാസ്മിൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. സോ അത് ഞാൻ ജസ്റ്റ് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം, അന്നത്തെ കാര്യമാണേ. ഞാൻ അങ്ങനെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെന്നാണ്. അത് പുറത്തുനിന്ന് കാണുന്നവർക്ക് വളരെ ചെറുതാവാം, എന്താവാം, പക്ഷേ എനിക്ക് ചെറുപ്പം വലുതാവാം. എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയെടുത്തത് വളരെ വലിയൊരു കാര്യമാണ്. സോ ഞാൻ അത് ക്രിയേറ്റ് ചെയ്തെടുക്കുമ്പോൾ എനിക്ക് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാകുന്ന പ്രൊമോഷൻസിനും ആഡ് ചെയ്യുന്നതായിരിക്കും. ഒബ്വിയസ്ലി ഞാനത് ചെയ്യും, ഉറപ്പായും ഞാനത് ചെയ്യും. അതിന്റെ അർത്ഥം നിങ്ങളെ ചീറ്റ് ചെയ്യണം, നിങ്ങളെ പറ്റിക്കണം. ഞാൻ എന്റെ ഒരു പ്രൊമോഷൻസോ അല്ലെങ്കിൽ എന്റെ ഒരു പ്രൊഡക്റ്റുകൾ പോലും ഞാൻ എന്റെ ശരീരത്തോ ഞാൻ കഴിക്കാതെയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാറില്ല. നിങ്ങൾ ഇത് വാങ്ങിച്ചേ പറ്റൂ എന്ന് ഞാൻ ഒരിക്കലും നിർബന്ധം പിടിക്കുന്നില്ല. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക, നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് ഓക്കെ, എനിക്ക് ഇവിടെ ഇഷ്ടമല്ല, എനിക്ക് കാണണം. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ജാസ്മിൻ പറഞ്ഞത് ഞാനൊരു ട്രസ്റ്റ് ആൾക്കാർ ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു സഹതാപം, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ഒരുപാട് സൈബർ ബുള്ളിങ് ഏറ്റുവാങ്ങേണ്ടി വന്നു ബിഗ് ബോസിന്റെ അകത്ത് നിന്നൊക്കെ ഒത്തിരി. അതിനുശേഷം പുറത്തിറങ്ങിയിട്ടൊക്കെ ഒരുപാട് സൈബർ ബുള്ളിങ് ഏറ്റുവാങ്ങേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട്ടിയാകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും വളരെ വലിയൊരു ശതമാനം ആൾക്കാർക്ക് അന്ന് ജാസ്മിനെ വെറുത്തു അല്ലെങ്കിൽ ദേഷ്യം തോന്നിയിരുന്നവർക്ക് പോലും ഇന്ന് ജാസ്മിനെ വളരെ ഇഷ്ടമാണ്. എനിക്ക് സത്യസന്ധമായിട്ട് ഞാൻ പറയാം, എനിക്ക് ജാസ്മിനോട് യാതൊരു വെറുപ്പില്ല. ഗുരുവായൂർ വിഷയം വന്ന സമയത്ത് നിങ്ങൾ എൻ്റെ ചാനൽ വീഡിയോ കിടപ്പുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. ആ വിഷയത്തിൻ്റെ അകത്ത് ഞാൻ സംസാരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. എൻ്റെ ചാനൽ തന്നെ ആ വീഡിയോസ് കിടപ്പുണ്ട്.
സോ അതൊക്കെ നമ്മൾ അന്നത്തെ കാര്യം അന്ന് കളഞ്ഞു, അതൊക്കെ വിട്ട കാര്യം. പക്ഷേ ഇവിടുത്തെ ഈ ഒരു കാര്യത്തിൻ്റെ അത് ജാസ്മിൻ ബിൽഡ് ചെയ്ത ട്രസ്റ്റ് അത് എവിടെ ബ്രേക്ക് ആവുമെന്ന് വെച്ചാൽ ജാസ്മിൻ പ്രൊമോട്ട് ചെയ്യുന്ന ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ് എന്നുള്ള സാധനം ഒരു ഡോക്ടറിൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷനിലൂടെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെയോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡോക്ടേഴ്സിന് മാത്രം കൊടുക്കാമെന്നിരിക്കെ ജാസ്മിൻ അത് ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള എന്ത് തരത്തിലുള്ള ഓതറൈസേഷനാണുള്ളത്, അതിൻ്റെ ഓതൻറ്റിസിറ്റിയെക്കുറിച്ച് ഒന്ന് അറിയണമെന്നുണ്ട്. ആ ഒരു സാധനം കൊടുക്കാൻ വേണ്ടിയിട്ട് ജാസ്മിൻ എന്നുള്ളൊരു വ്യക്തിക്ക് എങ്ങനെ കഴിയും? ജാസ്മിൻ ആ കെമിക്കൽ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് ചെന്നിട്ട് അത് ഞാൻ കഴിച്ചു, ഇപ്പോൾ ഞാൻ പാരസെറ്റമോൾ $650 കഴിക്കുന്നു, എനിക്ക് രാവിലെ തലവേദന വന്നു, ഞാൻ ഒരു 650 കഴിച്ചു, ഉച്ചയ്ക്ക് തലവേദന വന്നു ഒരു 650 കഴിച്ചു, വൈകുന്നേരം തലവേദന വന്നു ഒരു 650 കഴിച്ചു, രാത്രി വന്ന് ഒരു തലവേദന വന്നു 650 കഴിച്ചാൽ 2 ദിവസത്തിനപ്പുറം ഞാൻ കാണത്തില്ല. ബിക്കോസ് 2000 കൂടുതൽ ഒരു ദിവസം ഒരു ബോഡിക്കകത്ത് ഉപയോഗിക്കാൻ പാടില്ല. തോന്നും പോലെ കഴിക്കാനുള്ള സാധനമല്ല. ലിവർ ഡാമേജ്, കിഡ്നി ഡാമേജ് ഒക്കെ എപ്പോൾ വന്നു എന്ന് കേട്ടാതെ കിഡ്നി ഫസ്റ്റ്. മനസ്സിലാവുന്നുണ്ടോ? അഥവാ ശരത് പരമേശ്വർ എന്നുള്ള ഈ ഞാൻ അല്ല മൂപ്പർ സ്ലോഗിൽ ഇരുന്നുകൊണ്ട് ഞാനൊരു സാധനം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കഴിച്ചു അതുകൊണ്ട് നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറയുന്നത്, ഞാനൊരു വിഷം കഴിച്ചിട്ട് അതെനിക്ക് ഏൽക്കുന്നില്ല, പക്ഷേ ബാക്കിയുള്ളവർ കഴിച്ചിട്ട് അവർക്ക് ആ ഒരു സാധനം ഏൽക്കില്ല എന്നറിയാതെ നമ്മൾ അതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ഒരു പഠനങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ സയൻറ്റിഫിക് എവിഡൻസോ അതിനുള്ള നോളജോ ഒന്നുമില്ലാതെ ഞാനിരുന്ന് പറയുന്ന സാധനം പക്ക ഒരു സ്യൂഡോ ലെവലിലുള്ളൊരു സാധനമാണ്. അത് ചെയ്യാൻ നമുക്കൊരു അധികാരമുണ്ടോ? നമുക്കത് അറിയാത്തൊരു കാര്യം പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ടോ? ഒരു കാരണവശാലും ഇല്ല. അത് ട്രസ്റ്റ് എന്നുള്ള സാധനം ശരിക്കും അവിടെ ബ്രേക്ക് ആവുന്നത് അവിടെയാണ്. അത് ഞാൻ പിന്നാലെ കാണിച്ചു തരാം, കുറച്ചുകൂടെ കേൾക്കാം. സ്കിപ്പ് ചെയ്തോ, നിങ്ങൾ പറഞ്ഞോളൂ, യാതൊരു പ്രശ്നമില്ല. അപ്പോൾ ഞാൻ ഈ ഷീറ്റ് ന്യൂട്രീസിൽ ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ വന്നതിന് ശേഷം, കൊച്ചിയിൽ വരുന്നതിന് മുമ്പ് ഇതിന്റെ പ്രൊമോഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ബിഗ് ബോസിലൊക്കെ പോകുന്നതിന് മുമ്പ് ആ ടൈമും അതിനകത്തുണ്ടായിരുന്ന ആ ഒരു ഫുൾ ട്യൂബ് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള ഒരു സാധനമാണ്. കൊച്ചിയിൽ വന്നതിന് ശേഷമാണ് എന്റെ ഫസ്റ്റ് ഫ്ലാറ്റ്, ഇത് എന്റെ സെക്കൻഡ് ഫ്ലാറ്റ് ആണ്. ആദ്യം ഞാൻ നിന്ന ഫ്ലാറ്റിൽ അതിലും ഞാൻ ഈ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട്. ആ സമയത്തും ഞാൻ ഈ പ്രൊഡക്റ്റ് കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഇപ്പോൾ ഒരു 4-5 ട്യൂബാണ് അയച്ചു തരുന്നതെങ്കിൽ ഞാൻ അതിനകത്ത് 2 ട്യൂബ് ചിലപ്പോൾ ഞാൻ ആയിരിക്കും എന്റെ ബാക്കി 3 ട്യൂബ് ഞാൻ എന്റെ ഫ്രണ്ട്സിന് കൊടുക്കും, അവർക്ക് കഴിക്കാൻ കൊടുക്കും. നിങ്ങൾ കഴിച്ചോളൂ, നിങ്ങൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നോക്കിയാൽ നല്ലതാണെന്ന് പറഞ്ഞ് ഞാൻ എന്റെ ഫ്രണ്ട്സിന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നതല്ല, ഞാൻ ഒരുപാട് പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ നിങ്ങൾ എന്റെ യൂട്യൂബിലുള്ള എന്റെ ഷോർട്സുകൾ എടുത്ത് നോക്കിക്കോളൂ. ഞാൻ ആദ്യം മുതൽ ഞാൻ ഈ സമയം വരെ ഞാൻ ഒരു പ്രൊഡക്റ്റ് തന്നെ പല വട്ടമായിട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടാവും. ഓരോ പ്രൊഡക്റ്റ് ഞാൻ പ്രൊമോഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ എന്റെ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഒരിക്കലും ഞാൻ എന്റെ ഫേസിൽ ഈ പ്രൊഡക്റ്റ് നല്ല കേട്ടോ നിങ്ങൾ സോ അതാ പറഞ്ഞത്, ജാസ്മിൻ അവകാശപ്പെടുന്നത് ജാസ്മിൻ സ്വന്തം ഫേസിൽ അപ്ലൈ ചെയ്യുന്നൊരു സാധനം അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ അകത്ത് ഈ ഒരു സാധനം എൻ്റെ സ്കിന്നിൽ അബ്സോർബ് ചെയ്തിട്ടുള്ള സാധനം എനിക്ക് ഇന്നല്ല ഇതിനകത്ത് ഒരു പ്രശ്നം വരുന്നത്. ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ കണ്ടുവരുന്ന ഒരു നാട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസേഴ്സ്, സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് ഏറ്റവും കൂടുതൽ ഈ ആൾക്കാർക്ക് സ്കിൻ വൈറ്റനിങ് ക്രീമുകളും അതുപോലെ തന്നെ ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ്, ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ഗ്ലൂട്ടാത്തയോൺ അത് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് മാത്രം, അതിൻ്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ച് ആരും ഇവർ പറയുന്നില്ല. എന്താണ് ജാസ്മിൻ അറിയാമോ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്നുള്ള കാര്യം? അത് പുറകെ പറയാം. ഇപ്പം ജാസ്മിന് വരുന്ന ട്യൂബ് 2 കഴിക്കും, ചിലപ്പോൾ ബാക്കി 3 കൂട്ടുകാർക്ക് കൊടുക്കും. അവിടെയും ഒരു പ്രശ്നം വരുന്നുണ്ട്. അവർക്ക് ഇത് കൊടുക്കുന്ന സമയത്ത്, അവർക്ക് ഉപയോഗിക്കുന്ന സമയത്ത് അതിനുശേഷം എന്ത് സംഭവിക്കും? നമുക്ക് ഡോക്ടേഴ്സ് പറയണത് കേൾക്കാം. നമുക്ക് അവരാണല്ലോ പറയേണ്ടത്. നമുക്ക് ആദ്യം മലയാളികൾക്ക് വളരെയധികം വേണ്ടപ്പെട്ട ഡോക്ടറാണ് ഡോക്ടർ ഡാനിഷ്. അദ്ദേഹം പറഞ്ഞു, വെളുക്കാനായിട്ട് ഗ്ലൂട്ടാത്തയോൺ ക്രീമുകൾ അല്ലെങ്കിൽ ഇഞ്ചക്ഷനുകൾ അല്ലെങ്കിൽ ടാബ്ലറ്റ് അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് അലിയിക്കാൻ പറ്റുന്ന മരുന്നുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ധാരാളം യൂട്യൂബ് പ്രൊമോട്ടേഴ്സ് ഗ്ലൂട്ടാത്തയോൺ എന്നുള്ള മരുന്ന് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും ഇതിന് ശാസ്ത്രീയമായ ഒരു തെളിവുകളുമില്ലാത്ത ഒരു കാര്യമാണ് ഗ്ലൂട്ടാത്തയോൺ. ചില ആളുകളിൽ ഈ ക്രീം തേക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് മാത്രമായിട്ട് വെളുത്തു വരാറുണ്ട്, കുറച്ച് ഭാഗം മാത്രം. അതുപോലെ ഈ മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ ഇത് റിവേഴ്സ് ആവും, പഴയതുപോലെ തന്നെ കറക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഹൈ ഡോസ് ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, അതായത് ഗ്ലൂട്ടാത്തയോൺ നമ്മൾ ധമനികളിലൂടെ എടുക്കുകയാണെങ്കിൽ കിഡ്നി ഫെയിലിയറും ലിവർ ഫെയിലിയറും പല ആളുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല സെലിബ്രിറ്റീസും അതുപോലെ സിനിമ നടന്മാരല്ലാതെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം, എക്സ്പെൻസീവ് ആണ്. ഇതിന്റെ സൈഡ് എഫക്റ്റ് പലയിടത്തും ഉള്ളത് കൊണ്ട് ചില രാജ്യങ്ങളിൽ ഇത് നിരോധിച്ചിരിക്കുകയാണ്. നമ്മൾ ക്രീമുകളോ ഓയിൻമെന്റുകളോ അതുപോലെ ഇഞ്ചക്ഷനുകളോ വെള്ളത്തിലിട്ട് കുടിക്കുന്ന ഗ്ലൂട്ടാത്തയോണോ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഈ ഒരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇത് ഡാനിഷ് എന്ന് പറയുന്ന ഡോക്ടർ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതൊരു ഡോക്ടറാണ്, അദ്ദേഹം ഡോക്ടറാണ് എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ അതിനൊരു ഇത് വേണ്ടല്ലോ. ഇനി വേറൊരു ഡോക്ടറിൻ്റെ ഒരു വീഡിയോ കാണാം. ഗ്ലൂട്ടാത്തയോന്റെ ഗുണങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, പക്ഷേ സൈഡ് എഫക്ട്സ് അറിയാമോ? പറഞ്ഞുതരാം. ഗ്ലൂട്ടാത്തയോൺ 3 രീതിയിലാണ് കൊടുക്കുന്നത്. ഒന്ന് ടാബ്ലറ്റ്സ്, രണ്ടാമത് ക്രീംസ്, മൂന്നാമത് IV ആയിട്ട്, അതായത് ഡയറക്റ്റ് ബ്ലഡിലൂടെ. ആദ്യത്തേത് ക്രീംസ് കാരണം കാണുന്ന ഒരു റെയർ സൈഡ് എഫക്ട്സ് ആണ് ഡെർമറ്റൈറ്റിസ് അല്ലെ അലർജി. ചിലവർക്ക് മാത്രമേ ഇത് കാണാറുള്ളൂ. രണ്ടാമത് ടാബ്ലറ്റ്സ് എടുക്കുന്നവരിൽ കാണുന്ന ഒരു സൈഡ് എഫക്ട്സ് ആണ് വയറുവേദന, ഗ്യാസ്ട്രൈറ്റിസ്, ഛർദില്. മൂന്നാമത് IV ആയിട്ട് എടുക്കുന്നവർക്ക് ആ കുത്തുന്ന സ്ഥലത്ത് ചിലർക്ക് ഇറിറ്റേഷൻ, ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത് നോർമൽ ഡോസേജിൽ അത് ലിവർ പ്രൊട്ടക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ പോലും ഹൈ ഡോസ് ആണെന്നുണ്ടെങ്കിൽ ലിവറിന് അതിന് ഡാമേജ് ചെയ്യാം. മൂന്നാമത് സിവിയർ റിയാക്ഷൻ ആയ സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം 10 എന്ന് പറയുന്ന അസുഖങ്ങൾ ഉണ്ടാകാം. ഈ സൈഡ് എഫക്ട്സ് എല്ലാം യൂഷ്വലി കാണുന്നത് ഒന്നല്ലെങ്കിൽ വ്യാജ ഡോക്ടർമാരുടെ കയ്യിൽ നിന്ന് ഗ്ലൂട്ടാത്തയോൺ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ അൺട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് എടുക്കുമ്പോഴാണ്. അൺട്രെയിൻഡ് ആയിട്ടുള്ള
ചെയ്യുന്നതാണ്. സോ നിങ്ങൾ ഗ്ലൂട്ടാത്തയോൺ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് ഡെർമറ്റോളജിസ്റ്റിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ഉറപ്പുവരുത്തുക. അതുവഴി കീപ് യുവർ സ്കിൻ ഹാപ്പി ആൻഡ് ഹെൽത്തി. സോ ഇവിടെ എന്ത് മനസ്സിലായി? ഇപ്പോൾ ജാസ്മിൻ പറയാൻ ശ്രമിച്ചത്, ഞാൻ ആരെയും നിങ്ങൾ ലിങ്ക് ചോദിക്കുന്നവർക്ക് മാത്രമല്ലേ ഞാൻ തരുന്നുള്ളൂ, ഞാൻ ഉപയോഗിച്ച സാധനം മാത്രമല്ലേ ഞാനത് കൊടുക്കുന്നുള്ളൂ, ഞാൻ ഉപയോഗിച്ചിട്ട് ബാക്കി സാധനം കൂട്ടുകാർക്ക് കൊടുക്കുന്നുണ്ടല്ലോ, ഇത് എൻ്റെ ശരീരത്തിൽ ഞാൻ കുറേ നാളുകൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്, എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഇതിൻ്റെയൊക്കെ പ്രശ്നം എപ്പോഴാണ് വരുന്നത് വിചാരിക്കുന്നത്? ഇൻസ്റ്റൻ്റ് ആണെന്നാണോ? പലരുടെയും ബോഡി ടൈപ്പ് വളരെ ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പല വ്യക്തികളിലും ഇത് വളരെ വൈകിയായിരിക്കും ഈ ഒരു സാധനം വരുന്നത്. ഇതിൻ്റെ സ്റ്റഡിയെക്കുറിച്ച്, കാരണം ഇതേ സാധനത്തിനെ കുറിച്ച് ഞാനൊന്ന് ജെമിനിയോട് ചോദിച്ചു. ഞാൻ ചോദിച്ചതിൻ്റെ വോയിസ് ഇതിനകത്ത് കാണിച്ചിട്ടില്ല, ബട്ട് ജെമിനി പറയുന്ന സാധനം നിങ്ങൾക്ക് എന്തായാലും അത് വിശ്വാസമായിരിക്കുമല്ലോ. ജെമിനി പറയണേ എന്താണ് കേൾക്കാം. ടാബ്ലറ്റുകളുടെ ഉപയോഗം ചോദിച്ചേക്കുന്നത് ഗ്ലൂട്ടാത്തയോൺ ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്, എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളതാണ്. ടാബ്ലറ്റുകളുടെ ഉപയോഗം ചിലരിൽ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കിയേക്കാം. വയറുവേദന, ഓക്കാനം, വയറിളക്കം എന്നിവയാണ് സാധാരണയായി കാണുന്ന പ്രശ്നങ്ങൾ. കൂടാതെ അലർജിക്ക് കാരണമാകാനും സാധ്യതയുണ്ട്. ഞാൻ നൽകുന്നത് വൈദ്യോപദേശമല്ല, എല്ലായ്പ്പോഴും ഒരു ആരോഗ്യ വിദഗ്ധനെ സമീപിക്കണം. ഇവിടെ ജെമിനി പോലും പറയുന്നു, ഞാനൊരു ആരോഗ്യ വിദഗ്ധനോ വൈദ്യോപദേശം തരാൻ ആളുമല്ല, അതുകൊണ്ട് ഒരു ഡോക്ടറിനെ കാണണമെന്ന് പച്ചക്ക് തന്നെ പറയുന്നുണ്ട്. ഇനി ശേഷം ഞാൻ വീണ്ടും അടുത്തൊരു കാര്യം ചോദിക്കുന്നുണ്ട്. ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഇത് വളരെയധികം മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, ഇത് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ സാധാരണ ആൾക്കാർക്ക് ദോഷമല്ലേ എന്നുള്ള രീതിയിലാണ്. തീർച്ചയായും ഇൻഫ്ലുവൻസർമാർ പ്രൊമോട്ട് ചെയ്യുന്ന ഏത് ഉൽപ്പന്നവും വാങ്ങുന്നതിനു മുമ്പ് അതിനെക്കുറിച്ച് ശരിയായ അവബോധം അത്യാവശ്യമാണ്. ഗ്ലൂട്ടാഥയോൺ ടാബ്ലറ്റുകൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു ഡോക്ടറുടെ ഉപദേശം തേടുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇതിൽ കൂടുതലൊന്നും, കാരണം ഇത് എല്ലാം ഇപ്പം ജാസ്മിൻ ഇപ്പം പറഞ്ഞതിനെ കുറിച്ച് കൂടുതൽ നമ്മൾ കാണേണ്ട കാര്യമൊന്നുമില്ല. ജാസ്മിൻ പറയുന്നു, ഞാൻ ഉപയോഗിക്കുന്നു, ഞാൻ കുറേ നാളുകൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ പലതരം പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഈ സ്കിൻ എന്ന് പറഞ്ഞ സാധനം സൂര്യപ്രകാശം അടിക്കുന്ന സമയത്ത് നിങ്ങൾ കറക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ പറയുന്നു. അതേ സ്കിന്നിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഒരു തലവേദനയ്ക്ക് ഒരു ക്രീമോടെ തേക്കുന്നു, അത് ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് റിലീഫ് തരുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് നിങ്ങൾ ഈ ബോഡിയുടെ പുറത്തേക്ക് ഇട്ടേക്കുന്ന ഈ സാധനത്തിൻ്റെ കണ്ടൻറ്റുകൾ, മോളിക്യൂളുകളെല്ലാം ബോഡിക്കകത്തേക്ക് അബ്സോർബ്ഡ് ആവും. ഇത് നമ്മുടെ രക്തക്കുഴലുകളിലൂടെയൊക്കെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പോകും. ശരീരത്തിൻ്റെ പല പേശികൾക്കും പല സ്ഥലങ്ങൾക്കും പല അവയവങ്ങൾക്കും ഇത് ഡാമേജ് ഉണ്ടാക്കും. ആ ഡാമേജിൽ ഏറ്റവും സിവിയറായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം ലിവറിനായിരിക്കും, രണ്ടാമത്തെ നമ്മുടെ കിഡ്നിക്കായിരിക്കും, പിന്നെ മറ്റു പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാവും. കണ്ണിനടക്കം പല കാര്യങ്ങളും പ്രശ്നം ഉണ്ടാവും. ഇതിൻ്റെ എല്ലാം ഫൈനൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ക്യാൻസറിലേക്ക് നിങ്ങളെ എത്തിക്കും എന്നുള്ളതാണ്. ഇത് വിവരമുള്ള വിദ്യാഭ്യാസമുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി വാങ്ങണം എന്നുള്ള കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പം ജാസ്മിൻ പറയുന്നു ഇതെൻ്റെ ഉപജീവന മാർഗ്ഗമാണ്, എനിക്ക് ഇതിനകത്ത് വരുമാനം കിട്ടുന്നു എന്നുള്ളത് മാത്രമാണ്. ജാസ്മിൻ തന്നെ ബി കൈൻഡ് എന്ന് പറയുന്നു, അഥവാ കരുണയുള്ളവരായിരിക്കും, എന്തിനാണ് ഇങ്ങനെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. ജാസ്മിനോട് പറയാനുള്ള ഒരു എളിയ ഒരു റിക്വസ്റ്റ് എന്ന് വെച്ചാൽ, ജാസ്മിൻ ഈ ചെയ്യുന്ന സംഭവം ശരിക്കും പറഞ്ഞാൽ മനുഷ്യരാശിയോടും നിങ്ങളെ കാണുന്ന നിങ്ങളെ വിശ്വസിക്കുന്ന ആൾക്കാരോടും കാണിക്കുന്ന മഹത്തായ ഏറ്റവും വലിയ ചതിയാണ്. കാരണം ഈ ഒരു കാര്യം എന്താണ്, ഇത് ശരീരത്തിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെ സംഭവിക്കുന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ലാതെ താങ്കൾക്ക് കുറച്ച് ആൾക്കാർ വളരെയധികം ലക്ഷങ്ങൾ പൈസ തരികയും അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ഉപയോഗിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ പറയുന്നു എന്നുള്ളതിനപ്പുറത്ത് തെളിവൊന്നുമില്ലല്ലോ. അത് ഇത് പബ്ലിക്കായിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുകയും ചെയ്തു. നിങ്ങളിത് ചെയ്തിരുന്നാലും നിങ്ങൾ കഴിച്ചിരുന്നാലും ആ ഒരു സാധനം നിങ്ങളുടെ ശരീരത്തിൻ്റെ അകത്ത് എന്നാണ് റിയാക്ട് ചെയ്യുന്നത് പറയാൻ പറ്റത്തില്ല. സോ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതേ പറയാനുള്ളൂ. ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് ജാസ്മിൻ്റെ ഫാൻസ് ഒന്നും ദേഷ്യം തോന്നണ്ട. ഇത് ചെയ്തേക്കുന്ന ജാസ്മിൻ ചെയ്യുന്നത് ഇങ്ങനെ ഈ ഒരു പ്രോഡക്റ്റൊക്കെ ഇതുപോലുള്ള ക്രീമും മറ്റുള്ള സാധനങ്ങളൊക്കെ നിരന്തരം, ഞാൻ ഒരുപാട് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്ന ആളാണ്, ഞാൻ ഒരുപാട് ക്രീമുകൾ ഉപയോഗിക്കുന്ന ആളാണ്, അതൊക്കെ ശരിയാണോ? ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് പേര് ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ, ഇതിനെക്കുറിച്ച് അറിവുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യൂ. അഥവാ പലതരത്തിലുള്ള പ്രോഡക്റ്റുകൾ നിങ്ങളുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണോ? പലതരത്തിലുള്ള സൺസ്ക്രീൻ ഒരേ സമയത്ത് ഉപയോഗിക്കുന്നത് നല്ലതാണോ? പലതരത്തിലുള്ള മോയ്സ്ചറൈസർ നിങ്ങളുടെ മുഖത്തേക്ക് തേക്കുന്നത് നല്ലതിനാണോ? പലതരത്തിലുള്ള ഇത് പറയുന്നല്ലോ, ഇതെല്ലാ സാധനങ്ങളും ഉപയോഗിക്കുന്നത് നല്ലതിനാണോ? മാറി ബ്രാൻഡുകൾ ഉപയോഗിക്കുന്നത് നല്ലതാണോ? താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും. ഇതിനെക്കുറിച്ചുള്ള വളരെ മാന്യമായ അഭിപ്രായങ്ങൾ താഴെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ജാസ്മിൻ ഫാൻസിൻ്റെ തെറിവിളി ഉണ്ടാവുമെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ചോളൂ, നിങ്ങൾക്ക് സന്തോഷം കിട്ടുമെങ്കിൽ. സോ ജാസ്മിനും ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ജാസ്മിനോട് ലാസ്റ്റ് പറയാനുള്ളത്, ബി കൈൻഡ്. അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്, ബൈ.